വന്ദേ മാതരം നിർബന്ധമാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ തമിഴ്നാട് സർക്കാർ തമിഴ് തായ് വാഴ്ത്ത് ആദ്യം ആലപിക്കണമെന്ന പ്രമേയം നിയമസഭ ഒറ്റക്കെട്ടായി പാസാക്കി. അമ്മയെ പോലെയാണ് ഭാഷയെന്ന് മുഖ്യമന്ത്രി ജോസഫ് സി വിജയ് പറഞ്ഞു. நம்ம தமிழ் வெறும் மொழி மட்டுமல்ல, பேசினா வர்ற ஓசை மட்டுமல்ல, திரும்பவும் சொல்கிறேன், தமிழ் ஒரு மொழி மட்டுமில்ல, அது நம்ம உயிர், அது நம்ம உணர்வு. நம்மளை பெற்ற தாயை அம்மானு சொல்கிறப்பெல்லாம் பாசமும் சொந்தமும் நம்மளை அறியாமலே உயிரா உறவா உணர்வா தானா உள்ளுக்குள்ளே தோணும்ல. அதே மாதிரி ஏன் இன்னும் ஒரு படி மேலே போயே சொல்லலாம், தமிழ்னு சொன்னாலே எப்படி இருக்கும், என்ன ஆகும்னு சொல்லவா வேணும். தாய் எப்படி ஒரு மிகப்பெரிய புனிதமோ அப்படிதாங்க தாய்மொழியும். അതേസമയം വന്ദേമാതരം ആലപിക്കുന്നതിൽ കേരളത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. വന്ദേമാതരം ആലപിച്ചില്ല എങ്കിൽ നിയമ നടപടി ഉണ്ടാകുമെന്നാണ് കോൺഗ്രസിലെ ആശങ്ക. ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഇതുവരെ പിൻവലിച്ചിട്ടില്ല. വിവാദത്തിൽ മുഖ്യമന്ത്രി ഇപ്പോഴും മൗനം തുടരുകയാണ്. എന്നാൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കേണ്ട എന്ന നിലപാടിലാണ് മന്ത്രിമാർ. സത്യപ്രതിജ്ഞാ സമയത്ത് ലോക്ഭവൻ എടുത്ത ചില നിലപാടുകളുണ്ട്, അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. സാധാരണഗതിയിലൊരു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ ഭാഗമായി വരുന്ന സർക്കുലറുകൾ അങ്ങനെ ഫോർവേഡ് ചെയ്യപ്പെടാം. അതിൽ ഒരു പോരായ്മയുണ്ട്, അതിൽ ചില രാഷ്ട്രീയമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ അതിവിടെ മുഖ്യമന്ത്രി കറക്റ്റ് ചെയ്തു, കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇനി നമ്മൾ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതില്ല. ഗാന്ധി, നെഹ്റു അടക്കമുള്ള ആളുകൾ ജീവിച്ചിരുന്ന കാലത്ത് വന്ദേമാതരത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഇത്ര സ്റ്റാൻസിയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ BJP എന്താണ് ചെയ്യുന്നത് ചോദിച്ചാൽ ഇതിനൊക്കെ ഇങ്ങനെ പിൻപ്രിക്കുകയാണ്. അതിൽ മുഴുവൻ പാടണമെന്ന് പറയുക, അപ്പോൾ അതിനെ പാടിക്കാനുള്ള സംവിധാനം ചെയ്യുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വളരെ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. CMPയുടെ അഭിപ്രായത്തിൽ വന്ദേമാതരം എന്നുള്ള പാട്ടിൻ്റെ അല്ലെങ്കിൽ ആ ഗീതത്തിൻ്റെ, ദേശീയ ഗീതത്തിൻ്റെ ആദ്യത്തെ സ്റ്റാൻസ പണ്ട് AICC തീരുമാനിച്ച അത്രയും ഭാഗം അത് പാടിയാൽ മതിയെന്നാണ് CMP. ആർ റോഷിപാലും YS അഭിനന്ദും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം അഭിനന്ദിലേക്കാണ്. അഭിനന്ദ്, തമിഴ്നാട് ഒറ്റക്കെട്ടായി ആ പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു. മറ്റെന്തു രാഷ്ട്രീയത്തിനും അപ്പുറത്ത് ദ്രാവിഡ മണ്ണിന് തമിഴ് രാഷ്ട്രീയമാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അത് ഉയർത്തി തന്നെ മുന്നോട്ട് പോകും എന്നതാണ്. ഇപ്പൊ ഈ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങളിലൊക്കെ ആദ്യം പാടേണ്ടത് വന്ദേമാതരമാണ് എന്നത് പ്രഖ്യാപനമായി ഉണ്ടായിരുന്നു. അത് തമിഴ്നാട് സർക്കാർ അധികാരമേൽക്കുന്ന സമയത്ത് തമിഴ് തായ് വാഴ്ത്ത് മൂന്നാമത് പാടി എന്നത് വലിയ വിവാദമാകുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നിയമസഭ ഐക്യകണ്ഠമായി അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. മധു, പ്രമേയം ഏകകണ്ഠമായി പാസ്സാക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ജോസഫ് വിജയ് അവതരിപ്പിച്ച പ്രമേയത്തിന് പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ ഒരേ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ പോരാട്ടത്തിന്റെ ഒരു സൂചകമാണിതെന്ന് കൂടി പറയുകയാണ്. ഈ ഏകകണ്ഠമായി പ്രമേയം പാസ്സാക്കിയതിനു ശേഷം ഓരോ അംഗങ്ങളും, മനോന്മണിയും സുന്ദരനാർ എന്ന ആളാണ് ഈ തമിഴ് തായ് വാഴ്ത്ത് ഗാനം രചിച്ചത്. മനോന്മണിയും സർവകലാശാലയിൽ തന്നെ ഇത്തരത്തിലേക്കൊരു വിവാദം ഉടലെടുത്തിരുന്നു. കഴിഞ്ഞ മാസം 28-ാം തീയതി ആദ്യം വന്ദേമാതരം പാടി, പിന്നീട് ദേശീയഗാനം പാടി, ഏറ്റവും ഒടുവിലാണ് തമിഴ് തായ് വാഴ്ത്ത് ഗാനം പാടിയത്. അതുമായിട്ട് ബന്ധപ്പെട്ട വിവാദമാണ് പിന്നീട് ഈ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ, പ്രോട്ടോകോൾ അടക്കം ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലേക്കൊരു പ്രമേയം പാസ്സാക്കാനും തമിഴ് തായ് വാഴ്ത്ത് ഗാനം അത് എല്ലാ സർക്കാർ പരിപാടികളിലും, ഔദ്യോഗിക പരിപാടികളിലും, ഓഫീസുകളിലും സ്കൂളുകളിലും അടക്കം ആദ്യം ആലപിക്കാനുള്ള തീരുമാനത്തിലേക്ക് തമിഴ് ഭാഷ അമ്മയെ പോലെയാണെന്നും അമ്മയ്ക്ക് മുകളിൽ മറ്റൊന്നുമില്ലാത്തതുപോലെ തന്നെ ഭാഷയ്ക്ക് മുകളിൽ മറ്റൊന്നുമില്ല എന്ന് കൂടി പറയുകയാണ്. എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരായ നിലപാട് ധാർഷ്ട്യത്തോടുകൂടി നിയമസഭയിൽ പ്രമേയമായി അവതരിപ്പിച്ചത് പാസ്സാക്കിയിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ എതിർപ്പുകളും മറികടന്നുകൊണ്ട് തങ്ങളുടെ സംസ്ഥാന ഗീതം തമിഴ് തായ് വാഴ്ത്ത് ഗാനം അത് ഇനിയുള്ള എല്ലാ പരിപാടികളിലും ആദ്യം ആലപിക്കുന്ന രീതിയിലേക്ക് പ്രമേയം അത് ഒന്നടങ്കം ഏകകണ്ഠമായി എല്ലാവരും ഒരുമിച്ചത് പാസ്സാക്കിയിരിക്കുകയാണ്. കേരളത്തിലെ പോലെ തന്നെ ഈ വന്ദേമാതരം വിവാദം ഉടലെടുത്ത ഒരു സംസ്ഥാനമായിരുന്നു തമിഴ്നാടും. ആ തമിഴ്നാട്ടിലാണ് ഇത്തരത്തിലേക്ക് ഒരു തീരുമാനം അത് കൈക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോഴും വിവാദം അത് തുടരുന്നതിനിടെ മാധു, തമിഴ് തായ് വാഴ്ത്ത് പ്രമേയം പാസ്സാക്കിയിരിക്കുകയാണ്. തമിഴ്നാട് നിയമസഭ അഭിമാനം അടിയറവ് വെക്കില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി ജോസഫ് സി വിജയുടെ പ്രഖ്യാപനം.